ഇന്നലെ ടൈപ്പ് 4 വരെ നമ്മൾ പഠിച്ചു. ഇന്ന് ടൈപ്പ് 5 നോക്കാൻ പോവുകയാണ്. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ 20% കൂടുതലാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? ശതമാനത്തിലുണ്ടാകുന്ന കുറവാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയും ബിയും എക്സ് എന്ന് എടുക്കാം. എക്സ് ബൈ 100 പ്ലസ് എക്സ് ഇൻറ്റു 100%. 20 ശതമാനമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 20 ബൈ 100 പ്ലസ് 20 ഇൻറ്റു 2x ആണ് ഈ 20 എന്ന് കൊടുത്തിരിക്കുന്നത് ഇൻറ്റു 100%. 20 ബൈ 120 ഇൻറ്റു 100% എത്രയായിരിക്കും ആൻസർ വരിക? അത് ക്ലിയറായിട്ട് പറഞ്ഞു തരാം. 16 2/3%. അത് മനസ്സിലാത്തവർക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയാം. 20 ബൈ 120. ഇതിൽ നമ്മൾ ഈ 2 0 കട്ട് ചെയ്യാം. 2 2-ൽ 1 തവണ, 12-ൽ 2 6 തവണ. അപ്പോൾ 1/6 എന്ന് കിട്ടി. ഇനി ഇത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്ക് 16 2/3 എന്ന് കിട്ടുക. ഡിവൈഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെയാണ് ചെയ്യുക? 100-ൽ 6 എത്ര തവണ പോകും? 1 തവണ. ബാക്കി 4 വരും. അപ്പോൾ 40. 40-ൽ 6 തവണ പോകും. 6 36. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെറിയ കാര്യം പറഞ്ഞു പോകുമ്പോഴത്തേനും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് 6. ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് 10% വില കൂട്ടിയ ശേഷം 20% ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽപ്പന നടത്തിയാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. എക്സ് മൈനസ് വൈ. ഇത് 10%-ഉം 20%-ഉമാണ് എക്സ് വൈ കൊടുത്തിരിക്കുന്നത്. മൈനസ് എക്സ് വൈ ബൈ 100%. 10 മൈനസ് 20 200 മൈനസ് 200 ബൈ 100. എത്രയായിരിക്കും ആൻസർ വരിക? 12. -12 ആണ് വരുന്നത്. -12 എന്ന് പറയുന്നത് 12% തന്നെയാണ്. അത് നഷ്ടമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് 12 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. 10 മൈനസ് 20, അതായത് 10 മൈനസ് 20. ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? -10 കിട്ടും. പിന്നെ 100-ൽ 100 1 തവണ, 200-ൽ 2 തവണ. -10ഉം 2ഉം എത്രയാണ്? -12. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്കൂളിലെ 70% വിദ്യാർത്ഥികൾ ആൺകുട്ടികളാണ്. ആ സ്കൂളിലെ പെൺകുട്ടികളുടെ എണ്ണം 504 ആയാൽ ആൺകുട്ടികൾ എത്ര? അതായത് പെൺകുട്ടികൾ 504 ആയാൽ ആൺകുട്ടികൾ എത്രയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. പെൺകുട്ടികൾ 30%. എന്തുകൊണ്ട്? 70%ആണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞു. 100 മൈനസ് 70 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും? 30% അല്ലേ? ഇനി ആൺകുട്ടികളെ നോക്കാം. 504/30 ഇൻറ്റു 70 എത്രയായിരിക്കും ആൻസർ വരിക? 1176 ആൻസർ വരുന്നത്. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. 504/30 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇനി ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യാം. 3 5-ൽ എത്ര തവണ പോകും? 1 തവണ അല്ലേ? ബാക്കി 2 ഉണ്ട്. അപ്പോൾ 20 ആയി. 20-ൽ 3 എത്ര തവണ പോകും? 6 തവണ. 6 3 18. ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ 24. 24-ൽ 3 എത്ര തവണ പോകും? 8 തവണ. 8 3 24. 168. 168-നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇൻറ്റു ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.